വിഷയം നബി തങ്ങളുടെ ശിക്ഷണം ഈ വിഷയത്തിൽ വളരെ സുന്ദരമാണ്. അതുകൊണ്ടാണ് ഈ അബൂ സഈദ് അൽ ഖുദരി, നമ്മൾ മുമ്പ് ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, അബൂ സഈദ് അൽ ഖുദരി, അതിൻ്റെ ഉമ്മ, അവരുടെ പേരാണ് എനിക്ക് തോന്നുന്നത് അൽ ഖുദറ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ തിരുസവിധത്തിലേക്ക് അയക്കുന്നുണ്ട്. എന്തിന്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സറഹത്നി ഉമ്മി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അസ്അലുഹു തആമൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല ഭക്ഷണവും ചോദിച്ചിട്ടാണ് ഉമ്മ അബൂ സഈദ് അൽ ഖുദരിയെ, അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ബിൻ സിനാൻ, പിന്നെ തിരുസവിധത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു ചെന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നിരുന്നു. ഒരു വിഭാഗം അൻസാരികൾ അപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഫഅതാഹും, അൻസാരികൾ വന്നപ്പോൾ അവർക്ക് കൊടുത്തു, ചോദിച്ചപ്പോൾ കൊടുത്തു. സുമ്മ സഅലുഹു, വീണ്ടും അവർ ചോദിച്ചു, അപ്പോൾ റസൂലുള്ളാഹി ഫഅതാഹും, അവർ കൊടുത്തു. സുമ്മ സഅലുഹു, വീണ്ടും ചോദിച്ചു, ഫഅതാഹും. ഒരു വിഭാഗം അൻസാരികൾ വന്നിട്ട് 3 തവണ ചോദിച്ചു. ഓരോ തവണയും റസൂലുള്ളാഹി അവർക്ക് നൽകി. അങ്ങനെ തിരുസവിധത്തിലുള്ളതൊക്കെ തീർന്നു പോയി. ഇനിയൊന്നുമില്ല. ഒന്നുമില്ലയെന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മാ യകൂനു ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും ഫമൻ സഅലനാ ഷൈഅൻ ഫവജദ്നാഹു ആതൈനാഹു ഇയ്യാഹ്. എൻ്റെ അടുത്ത് എന്തൊരു ഖൈറുണ്ടോ ഒരിക്കലും ഞാൻ നിങ്ങളെ തൊട്ടത് നിങ്ങൾക്ക് നൽകാതെ ഞാനത് എടുത്തു വെക്കൂല. ചോദിച്ചാൽ തരാനുണ്ട് എങ്കിൽ ഞാനത് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുബന്ധം പറഞ്ഞു കൊടുത്തത്. അതെന്താണ്? വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ഒരാൾ തൻ്റെ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്ക് ആ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാനുള്ള അവസരം നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ല. ഒരാൾ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞെങ്കിൽ ആരോടും ചോദിക്കാതെയുള്ള ഒരു ധന്യത തനിക്ക് കാത്ത് സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്ക് ആ ധന്യത കനിയും. വമൻ യതസബ്ബർ യുസബ്ബിഹുല്ലാഹ്. ഒരാൾ ക്ഷമ, സഹനം അവലംബിച്ചാൽ അള്ളാഹു അയാൾക്ക് ക്ഷമ കനിയും. വമ ഊതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസാ മിന സബ്ർ. ക്ഷമയോളം വിപുലവും ഉത്തമവുമായ ഒരു ഔദാര്യം ഒരാളും നൽകപ്പെട്ടിട്ടില്ല എന്നുണ്ട്. ഒരാൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അതാണ് അയാൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, വമൻ സഅല വലഹു ഖീമതു ഉഖിയത്തിൻ. ഒരാളുടെ അടുക്കൽ ഒരു ഊഖിയയുടെ തുക ഉണ്ട്. ഉഖിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹം ഒരാളുടെ അടുക്കലുണ്ട്. എന്നിട്ട് അയാൾ യാചിക്കുകയാണെങ്കിൽ, വമൻ സഅല, ചോദിക്കുകയാണ് എങ്കിൽ 40 ഒരു ഉഖിയ 40 ദിർഹം ഒരാൾക്ക് സമ്പാദ്യമായിട്ടുണ്ട്, എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് എങ്കിൽ, അതാണ് നമ്മുടെ വിഷയം. ഫഖദ് അൽ ഹഫ്. ചില നിവേദനങ്ങളിൽ മുൽഹിഫ്, അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. വലാ യസ്അലൂന അന്നാസ ഇൽഹാഫ എന്ന് പറഞ്ഞില്ലേ, ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ചോദിക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇൽഹാഫ് എന്ന് പറഞ്ഞാൽ മുൽഹിഫ്, അത് ഉപദ്രവിക്കലാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്താ? അബൂ സഈദ് അൽ ഖുദരി ഉമ്മ പറഞ്ഞതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. അദ്ദേഹമാണ് ഇത് കേൾക്കുന്നത്, ചോദിച്ചിട്ടില്ല. അപ്പോൾ അബൂ സഈദ് മാലിക് ബിൻ സിനാൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നാഖൂത്തി അൽ യാഖൂതത്തു ഖൈറു മിൻ ഉഖിയ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് അൽ യാഖൂത. നാഖത്തി അൽ യാഖൂത, എൻ്റെ അൽ യാഖൂത ഒട്ടകം, ഖൈറും മിൻ ഊഖിയ, ഒരു ഊഖിയേക്കാൾ ഉത്തമമാണ്. 40 ദിർഹമാണ് ഒരു ഊഖിയ. പക്ഷേ യാഖൂത്ത ഒട്ടകം അത് 40 ദിർഹമിനേക്കാളൊക്കെ എത്രയോ മുന്തിയതാണ്. അതുകൊണ്ട് തന്നെ ഫറജഅതു വലം അസ്അൽഹു ഷൈഅൻ എന്നാണ്, ഞാൻ അവിടുന്ന് മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ച്, ഈ സംഭവത്തെ ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു വരുന്നവർക്ക് നൽകാൻ പറഞ്ഞ്, അതാണ് വസായിലീൻ എന്നുള്ളതിൻ്റെ തേട്ടം. ഇവിടെ വലാകിന്നൽ ബിർറ മൻ ആമന എന്നുള്ള ഈ തുടർച്ചയിൽ യഥാർത്ഥ പുണ്യം ആരുടെ പുണ്യമാണ്? ആ ഗണത്തിലാണ് വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടവും ഇണക്കവും ഉണ്ടായിട്ടും ആ സ്വത്ത് നൽകുന്നു. ആർക്ക് നൽകുന്നു? വസായിലീൻ, ചോദിച്ചു വരുന്നവർക്കും. ഈ ചോദിച്ചു വരുന്നവർക്കും എന്ന് പറയുമ്പോൾ ചോദിച്ചു വരുന്നവരെ പരിഗണിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇത് ചോദിച്ചു വരുന്നവർ, അവർക്കുള്ള എല്ലാവർക്കുമുള്ള ഒരു പ്രോത്സാഹനവും പ്രചോദനവുമല്ല. ചോദിച്ചു വരുന്നവരെല്ലാം ഒരേ ഗണത്തിലല്ല. ചോദിച്ചു വരുന്നവരിൽ ഫഖറിനാൽ ചോദിച്ചു വരുന്നവരുണ്ട്, കടഭാരത്താൽ ചോദിച്ചു വരുന്നവരുണ്ട്, ബാധ്യത ഭാരത്താൽ വരുന്നവരുണ്ട്. അവർ അനുവാദമുള്ളവരാണ്, പരിഗണിക്കപ്പെടേണ്ടവരുമാണ്. എന്നാൽ ചോദിച്ചു വരുന്നവരിൽ അന്യായക്കാരുണ്ട്,
അനാവശ്യ യാചന നടത്തുന്നവരുണ്ട്. അവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരോ അവർ നൽകപ്പെടേണ്ടവരോ അല്ല. അവർ നാളെ പടച്ച റബ്ബിങ്കൽ അപമാനിതരാകുന്ന, നിന്ദ്യമായി പരലോക കോടതിയിൽ സാക്ഷികളാകുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അത് ഉൾക്കൊള്ളാനാണ് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചത്. ഈ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വഫിർ റിഖാബ് എന്നുള്ളതാണ്.